എന്താ നിങ്ങൾ എൻ്റെ അമ്മയുടെ ബാഗ് പരിശോധിച്ചിട്ട് നിങ്ങൾക്ക് മാല കിട്ടിയില്ലേ? ദേ ഇതാണോ നിങ്ങൾ നോക്കുന്ന മാല? ഇത് തന്നെയല്ലേ അനിക്ക് അനാമിക വിവാഹം കഴിക്കാനായിട്ട് വെച്ചിരുന്ന മാല? എടി കള്ളി, അപ്പോൾ ഇത് നീയായിരുന്നു അല്ലേ അടിച്ചു മാറ്റിയത്? നിങ്ങൾ എന്നോട് കൂടുതലൊന്നും സംസാരിക്കണ്ട. മുത്തശ്ശൻ ഈ മാല എന്നെ ഏൽപ്പിച്ചപ്പോൾ തന്നെ എനിക്കറിയായിരുന്നു ഇത് പൂജാമുറിയിൽ വെക്കുമ്പോൾ നിങ്ങൾ തന്നെ അടിച്ച് മാറ്റിക്കൊണ്ട് പോകുമെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളുടെ പിന്നാലെ ഉണ്ടായിരുന്നു. നിങ്ങൾ അടിച്ചു മാറ്റിയതൊക്കെ ഞാൻ മൊബൈലിൽ പകർത്തിയിട്ടുണ്ട്. അതുകൊണ്ടേ കൂടുതൽ നിന്ന് ഉരുണ്ട് കളിക്കാനായിട്ട് നിൽക്കരുത് കേട്ടോ. എൻ്റെ പൊന്നു നയനെ, ഇത് മറ്റാരും അറിയരുത്. നിങ്ങൾ ഈ കള്ളത്തരം കാണിച്ചത് മറ്റാരും അറിയില്ലെന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. പക്ഷെ ഒരു കാര്യമുണ്ട്, മേലാൽ ഇങ്ങനെയുള്ള തറ പരിപാടികളുണ്ടല്ലോ ഇവിടെയും കൊണ്ട് നിർത്തിയേക്കണം. നമ്മുടെ നയന നല്ലൊരു താക്കീത് തന്നെ കൊടുക്കുകയാണ്. ആർക്ക്? നമ്മുടെ ജലജയ്ക്ക്. അപ്പോൾ അതേക്കുറിച്ചൊക്കെ പറയാം. അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്തേക്കൂ. അപ്പോഴായിരിക്കും ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അപ്പോഴായിട്ട് നിങ്ങളിലേക്ക് എത്തുക. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് പോവാം. 26-ാം തീയതിയിലെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ. അങ്ങനെ നമ്മുടെ അനന്തപുരിയിൽ മാല കാണാതായിരിക്കുകയാണ്. മാലയെന്ന് വെച്ചാൽ നമ്മുടെ അനിക്ക് അനാമികയെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് മുത്തശ്ശനെ ഏൽപ്പിച്ച മാല നമ്മുടെ നയനയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. 20 പവനോളം വരുന്ന ഒരു മാലയാണതെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഈ മാല നമ്മുടെ നയന കൊണ്ടുവന്ന് പൂജാമുറിയിൽ വെച്ചിരിക്കുകയാണ്. നയന പൂജാമുറിയിൽ നിന്ന് മാറുന്നതിന് തൊട്ട് മുമ്പായിട്ട് വന്നിട്ട് നമ്മുടെ ജലജ അടിച്ചു മാറ്റിക്കൊണ്ട് പോയിരിക്കുകയാണ്. അതിന് പിന്നിൽ 2 ഉദ്ദേശമാണുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ അത് അടിച്ചു മാറ്റി നമ്മുടെ കനകയുടെ ബാഗിനകത്ത് ഒളിച്ചു വെക്കുകയാണെങ്കിൽ കനകയെ മെല്ലെ അനന്തപുരിയിൽ നിന്ന് പുറത്താക്കാം. അതിനൊപ്പം തന്നെ പറ്റുമെങ്കിൽ നമ്മുടെ നവ്യയെയും നയനയും കൂടി പുറത്തേക്ക് വിടാനായിട്ട് പറ്റുമെങ്കിൽ അതിനും കൂടി ഒന്ന് ശ്രമിക്കാം. പിന്നെ അത് മാത്രമല്ല, എന്നേക്കുമായിട്ട് കനക ഈ പറയുന്നത് പോലെ നമ്മുടെ ജലജയുടെ മുറിയിൽ നിന്ന് പോയി കിട്ടും. അതിനു വേണ്ടിയിട്ടുള്ള നമ്മുടെ ജലജയുടെ കുറുക്കു വഴിയാണ്. അതുമാത്രമല്ല, ജലജയ്ക്കിടെ പിന്നിൽ അതിനേക്കാളും വലിയൊരു സംഭവം കൂടിയുണ്ട് ജലജ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഈ താലിമാല കാണാതായി കഴിഞ്ഞാൽ മുത്തശ്ശൻ ഈ കല്യാണം വേണോ വേണ്ടയോ എന്ന് ഒന്നുകൂടി ഒന്ന് ചിന്തിക്കും. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ അനിക്ക് വന്നിരിക്കുന്ന ബന്ധമുണ്ടല്ലോ വലിയൊരു ബന്ധമാണ്. അപ്പോൾ ആ ഒരു ബന്ധത്തിൽ നിന്ന് അനി ഒഴിവാവും എന്നൊക്കെയുള്ള കുറേ കുബുദ്ധികളൊക്കെ മനസ്സിൽ വെച്ചിട്ടാണ് നമ്മുടെ ജലജ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സംഭവമാണ് ഇപ്പോൾ ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോവാം. ഇത് കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡായിരുന്നു ഇത്ര നേരം ഞാൻ പറഞ്ഞു നിർത്തിയത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ അനിയുടെ അടുത്ത് വന്നിട്ട് നമ്മുടെ ആദർശ് ചോദിക്കുകയാണ്, എന്താ അനി നിനക്കെന്താ ഈ വിവാഹത്തിന് വലിയ താല്പര്യമൊന്നുമില്ലേ? നിന്റെ ഈ പറച്ചിലും കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ തോന്നുമല്ലോ നിനക്കിപ്പോഴും വിവാഹത്തിൻ്റെ താല്പര്യമില്ല എന്ന് ചോദിക്കണം. ഇനി സത്യത്തിൽ ഈ വിവാഹം നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നീ തന്നെ ആയിരിക്കോ ഈ മാല അടിച്ചു മാറ്റിയത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആദർശ് ചോദിക്കുകയാണ്, മാറ്റി വെച്ചത് നീ തന്നെ ആയിരിക്കുമോ? അപ്പോൾ അനി പറയണം, അയ്യോ ഇല്ല ഏട്ടാ, എനിക്ക് വിവാഹം ഇപ്പം വേണ്ടാന്നുള്ള കാര്യത്തിൽ എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായം എനിക്കുണ്ട്. പക്ഷേ എന്ന് കരുതിയിട്ട് ഞാനിങ്ങ് മാലയിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ചിട്ടില്ല. പിന്നെ മാല നോക്കിയാൽ കിട്ടിയില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാട്ടെ, നമുക്ക് പോലീസിനെ അറിയിക്കാം. എന്തായാലും ഈ മാല ഈ വീട് വിട്ട് പോയിട്ടുണ്ടാവില്ല. എന്തായാലും അത് ആരാണ് ചെയ്തതെന്ന് വെച്ചാൽ നമുക്കറിയാൻ പറ്റുമല്ലോ. അപ്പം തന്നെ ആദർശ് പറയണം, അത് അത്രയേ ഉള്ളടാ, അത് നോക്കട്ടെ, കണ്ടില്ലെങ്കിൽ നമുക്ക് പോലീസിനെ ഏൽപ്പിക്കാം എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ അനന്തപുരിയിൽ ഓരോരുത്തരായിട്ട് മുക്കും മൂലയും കോണും ഒക്കെ പരിശോധിക്കുകയാണ്. മാല തിരക്കി നടക്കുകയാണ്. എല്ലാവരും മാല ഇങ്ങനെ വലിയൊരു വിഷയമായിട്ട് തന്നെ എടുത്തിരിക്കുകയാണ്. നമ്മുടെ ദേവയാനി പോയി സാരിയുടെ അടിഭാഗത്തൊക്കെ സാരിയൊക്കെ എടുത്ത് കുടഞ്ഞൊക്കെ നോക്കുന്നുണ്ട്. മുത്തശ്ശി മുറിക്കൊക്കെ പരിശോധിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മെത്തയൊക്കെ പൊക്കി വെച്ചിട്ട് നോക്കുന്നുണ്ട്. പില്ലോയൊക്കെ എടുത്ത് മാറ്റിയിട്ട് നോക്കുന്നുണ്ട്. അങ്ങനെ ഓരോരോ സ്ഥലങ്ങളിലായിട്ട് ജാനകി നോക്കുന്നുണ്ട്. ഓരോരുത്തരായിട്ട് ഇങ്ങനെ നോക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ജലജയ്ക്കാണെങ്കിൽ ഒരു കുലുക്കമില്ല. ജലജ നോക്കുന്നു എന്നുള്ള വ്യാജേന അവിടെയൊക്കെ തട്ടിയും തൂങ്ങി നിൽക്കുന്നതേ ഉള്ളൂ. അപ്പോൾ കാര്യം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരത്തിയല്ലേ മാറ്റി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് നന്നായിട്ട് അറിയാലോ എവിടെയാണ് അതുള്ളതെന്നുള്ള കാര്യം. അങ്ങനെ എല്ലായിടും നോക്കുകയാണ്.
അങ്ങനെ നോക്കി നോക്കി കിടക്കുകയാണ്. അതേസമയം നമ്മുടെ എന്താണ് നമ്മുടെ നവ്യയും നയനയും നമ്മുടെ കനകയും മാറി നിൽക്കുകയാണ്. അവരാകെ പരിഭ്രാന്തപ്പെട്ട് നിൽക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മുടെ കനക എടുത്തെന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ ജലജ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ആ ഒരു ടെൻഷനിൽ കനക നിൽക്കുകയാണ്. കാരണം കനക ചെയ്തിട്ടില്ലെങ്കിൽ പോലും കനകയ്ക്കറിയാം എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കി കനകയുടെ മണ്ടയിലിടാനായിട്ട് നമ്മുടെ ജലജ നോക്കും എന്നുള്ള കാര്യം കനകയ്ക്കറിയാം. അപ്പോൾ അതിൻ്റെ ആ ഒരു വിഷമത്തിൽ ഇങ്ങനെ കനക മാറി നിൽക്കുകയാണ്. അങ്ങനെ എല്ലായിടും നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നമ്മുടെ ജലജ വന്നിട്ട് നമ്മുടെ കനകയോടും മക്കളോടും ചോദിക്കുകയാണ്, നിങ്ങളെന്താ ഇങ്ങനെ മാറി നിൽക്കുന്നത്? അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ? എല്ലാവരും നോക്കണം എന്നല്ലേ പറഞ്ഞത്, എന്നിട്ട് നിങ്ങൾ മാത്രം എന്താ നോക്കാതെ നിൽക്കുന്നത്? അപ്പോൾ കനക പറയണേ, ഞങ്ങൾ എന്ത് നോക്കാനാണ്? ഞങ്ങൾക്ക് ഈ വീട്ടിനെ കുറിച്ച് എന്തറിയാം? നിങ്ങൾക്കല്ലേ ഈ വീട്ടിൻ്റെ മുക്കും മൂലയും എല്ലാം അറിയാവുന്നത്. അപ്പോൾ പിന്നെ നിങ്ങൾ തന്നെ നോക്ക് എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് നമ്മുടെ ജലജ അവിടെ നിന്ന് പോവുകയാണ്. പോയിട്ട് താനെ നിന്ന് മാറി നിന്ന് ചിന്തിക്കുകയാണ്, എടി കനകേ, ഇന്ന് കൊണ്ട് നിൻ്റെ ഇവിടുത്തെ പൊറുതിയൊക്കെ അവസാനിക്കും. വാലയിൽ തീ പിടിച്ച കണക്കേ നീ ഇവിടെ നിന്ന് ഓടും, അല്ലെങ്കിൽ കണ്ടോ എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് നമ്മുടെ ജലജ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് അഭി വരികയാണ്. അഭി ചോദിക്കണം, അമ്മ എന്താ അമ്മ ഇവിടെ ഇങ്ങനെ മാറി നിൽക്കുന്നത്? അപ്പോൾ ഉടനെ നമ്മുടെ ജലജ പറയണം, എടാ മോനെ, ഇന്നിവിടെ ചിലതൊക്കെ നടക്കും. എന്താ അമ്മേ? അതെ, ആ കാണാതായ മാലയുണ്ടല്ലോ, അവിടെ അവളില്ലേ, ആ കനക, അവളുടെ പക്കൽ നിന്നാണ് എടുക്കുന്നതെങ്കിൽ എങ്ങനെയിരിക്കും? പിന്നെ അവൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റുമോ? അവളുടെ പെമ്മക്കൊക്കെ ഇവിടെ നിൽക്കാൻ പറ്റുമോ? പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ അച്ഛൻ കണ്ടെത്തിയിരിക്കുന്ന അനാമികയും അനിയുമായിട്ടുള്ള ബന്ധമില്ലേ, അതിനെക്കുറിച്ച് അച്ഛൻ ഒന്നുകൂടി ആലോചിക്കും. കാരണം പെൺകുട്ടിക്ക് ഇടാനുള്ള, അതായത് പെൺകുട്ടിയെ കെട്ടാനുള്ള മിന്നലിനെ കാണാതായിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വിവാഹം കഴിക്കാനുള്ള താലിമാല കാണാതായിരിക്കുമ്പോൾ അച്ഛൻ ഈ വിവാഹം വേണോ വേണ്ടയോ എന്നൊക്കെ ഒന്നുകൂടി ചിന്തിക്കും. കാരണം അച്ഛനാണെങ്കിൽ അന്ധവിശ്വാസം കുറച്ച് കൂടുതലുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ അങ്ങനെ എങ്ങനെ വെച്ച് നോക്കിയാലും നമുക്ക് അതുകൊണ്ട് ഗുണം മാത്രമേ ഉണ്ടാവൂ എന്നിങ്ങനെ പറയണം. അപ്പോൾ അഭി ചോദിക്കണം, അമ്മേ സത്യം പറ, അമ്മയാണോ അപ്പോൾ ഇത് അടിച്ച് മാറ്റിയിട്ടുള്ളത്? നീ എന്തിനാ ഇപ്പം ഇതൊക്കെ അറിയുന്നത്? എടാ മണ്ട, നീ നല്ലവനായിരുന്നെങ്കിലുണ്ടല്ലോ എനിക്കിതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? നിന്നെ ഏതെങ്കിലും ഒരു കേസ് ടേപ്പിച്ചാലുണ്ടല്ലോ നീ അത് മുഴുവനും കുളമാക്കും. അതുകൊണ്ട് ഞാൻ ഇതിലൊന്നും നിന്നെ പെടുത്താതിരുന്നതാണ്. അമ്മേ, അപ്പോൾ സത്യത്തിൽ അമ്മ തന്നെ അടിച്ചു മാറ്റി വെച്ചിരിക്കുകയാണല്ലേ? അതേക്കുറിച്ചൊന്നും നീ ഇപ്പം തൽക്കാലം അന്വേഷിക്കണ്ട കേട്ടോ. അപ്പോൾ ഉടനെ അഭി പറയണം, അമ്മ അവസാനം എന്തെങ്കിലും ചെയ്തിട്ടേ ഒടുവിൽ തിരിച്ച് അമ്മയുടെ അടുത്തേക്ക് തന്നെ അത് എത്തരുത്. എടാ നീ അല്ലടാ ഞാൻ. നീ എന്ത് ചെയ്താലും നിന്നെ എന്ത് ഏൽപ്പിച്ചാലും അതൊടുവിൽ എനിക്ക് തന്നെ കോടാലിയായിട്ട് വരാറുള്ളതാണ് പതിവ്. അതുകൊണ്ടാണ് ഇതിൽ നിന്ന് ഞാൻ നിന്നെ ഒഴിവാക്കിയിട്ട് ഞാൻ സ്വയം അങ്ങ് ഇറങ്ങിയത്. അപ്പോഴേ എന്ത് തന്നെയാണെങ്കിലും അതിന് ഗുണം നമുക്കേ ഉണ്ടാവുള്ളൂ. മറ്റുള്ളവർക്ക് ആർക്കും അതുകൊണ്ട് ഒരു ഗുണം ഉണ്ടാകാൻ പോണില്ല. നിനക്ക് വേണ്ടിയിട്ടാണടാ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് പറയാണ് നമ്മുടെ ജലജ പറയാണ്. അപ്പോൾ അഭി പറയാണ്, ഞാൻ തീരെ ബുദ്ധിയില്ലാത്തവനൊന്നും അല്ല അമ്മ, അതാദ്യം മറക്കരുത്. മുമ്പുണ്ടല്ലോ ഈ നയന എന്ന് പറയുന്നവള് നമ്മുടെ കുടുംബത്തിൽ വരുന്നതിന് മുമ്പായിട്ട് ഞാൻ ഇവിടെ ഒരുപാട് തട്ടിപ്പുകളും വെട്ടിപ്പുകളും ഒക്കെ നടത്തിയിട്ടുള്ളതാ. അതിന്നേ വരെ പിടിച്ചിട്ട് കൂടിയില്ല ആരും. മുത്തച്ഛന് പോലും ഒരു ഡൗട്ട് പോലും തോന്നിയിട്ടില്ല. പക്ഷെ അവളില്ലേ, തലച്ചോറ് കൊണ്ട് കളിക്കുന്നവള്, അവൾ ഈ കുടുംബത്ത് വന്നതിന് ശേഷം മാത്രമാണ് ഞാൻ ഓരോന്ന് ചെയ്യുന്നത് മുഴുവനും പാളിപ്പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിനു മുമ്പ് ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ ജലജ പറയണം, എടാ അവളുടെ അത്ര ബുദ്ധി പോലും നിനക്കില്ലെന്ന് പറയാൻ നിനക്ക് നാണം ആവുന്നില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ അഭി പറയണം, അമ്മയ്ക്ക് എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്താൻ മാത്രമേ അറിയൂ. ഞാൻ എന്ത് വേണമെന്നാണ് അമ്മ ഈ പറയുന്നത്? നീ ഇപ്പോൾ ഒന്നും വേണ്ട, നീ മിണ്ടാണ്ട് എവിടെയെങ്കിലും പോയി മാറി നിൽക്കുക. എനിക്കറിയാം ഇതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള കാര്യം. അപ്പോൾ അഭി പറയണം, ഇവിടെ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നു. മുത്തശ്ശൻ നമുക്കൊപ്പം നിൽക്കാത്തതാണ് എല്ലാത്തിനും കുഴപ്പം. ഇവിടെ എന്ത് കുഴപ്പം വന്നാലും അതൊക്കെ നേരെ മുത്തശ്ശൻ ഞങ്ങളുടെ പെടലിലേക്കായിട്ടാണ് വെച്ച് തരുന്നത്. അതുകൊണ്ടാണ് ഈ കുഴപ്പം. മുത്തശ്ശൻ ജീവിച്ചിരിപ്പില്ലായിരുന്നെങ്കിലുണ്ടല്ലോ ഒരു പ്രശ്നവും വരില്ലായിരുന്നു എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ജലജ പറയണം, അതേക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇനിയിപ്പോൾ അച്ഛൻ ജീവിച്ചിരിക്കുകയല്ലേ, നിനക്ക് അച്ഛൻ്റെ മനസ്സിലേക്ക് കടന്നുകൂടാൻ പറ്റുന്നില്ലല്ലോ, അതാ നിൻ്റെ പരാജയം എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം ജലജ അങ്ങ് നടന്നു പോവാണ്. അപ്പോൾ അഭിയാണെങ്കിൽ ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്ത് ചെയ്താലും എവിടെ ചെയ്താലും എല്ലാം എന്നെ പെടലിക്കാണല്ലോ എന്ന് ചിന്തിച്ചിട്ട് ഇങ്ങനെ അഭി ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ അനന്തപുരിയിൽ എല്ലാവരും എല്ലാ സ്ഥലങ്ങളും വീണ്ടും ഇങ്ങനെ പരിശോധിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ദേവയാനി അങ്ങോട്ടേക്ക് വരികയാണ്. ദേവയാനി ചോദിക്കുകയാണ്, ജലജേ നീ ഇവിടെ തന്നെ നിൽക്കുകയാണോ? അപ്പോൾ ഉടനെ ജലജ ചോദിക്കണം, അല്ലേ ഏട്ടത്തി, എല്ലായിടവും പരിശോധിച്ച് നോക്കിയോ? അപ്പോൾ ദേവയാനി പറയണം,
എൻ്റെ ജലജയെ എല്ലാ സ്ഥലവും പരിശോധിച്ച് നോക്കി. ഇനി നീ കിടക്കുന്ന നിൻ്റെ ബെഡ്റൂം മാത്രമേ ഉള്ളൂ നോക്കാത്തതായിട്ട്. അതുകൂടി നോക്കിക്കഴിഞ്ഞാൽ എല്ലാം റെഡിയായി. അപ്പോൾ ഉടനെ ജലജ പറയണം, ആ എങ്കിൽ വായിട്ട് നമുക്ക് അവിടെ തന്നെ നോക്കാം എന്ന് പറഞ്ഞിട്ട് ചെല്ലുകയാണ്. അങ്ങനെ മുറി ചെന്നിട്ട് നമ്മുടെ ജലജ തന്നെ വന്നിട്ട് മുറിക്കകത്ത് അവിടെ ഇവിടെയൊക്കെ ഇട്ട് തപ്പയും എടുക്കുകയൊക്കെ ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ കനക കട്ടിലിൻ്റെ അടിയിലും പില്ലോയൊക്കെ എടുത്ത് മാറ്റിയൊക്കെ ഇട്ടിട്ടൊക്കെ നോക്കുന്നു. അപ്പോഴത്തേക്ക് എന്നിട്ട് എവിടെയൊക്കെ നോക്കിയിട്ടും കാണുന്നില്ല. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ജലജ പറയണേ, ദേ ആ കട്ടിലിൻ്റെ അടിയിലിരിക്കുന്ന ആ ഒരു പെട്ടി ഉണ്ടല്ലോ, ആ ഒരു ബാഗ് ഉണ്ടല്ലോ, അതുകൂടി ഒന്ന് പരിശോധിക്കുക എന്ന് പറയണേ. അപ്പോൾ ആദർശ് ചോദിക്കണേ, ഇതാരുടെ ബാഗ്? അപ്പോൾ കനക പറയണേ, അത് മോനെ എൻ്റെ ബാഗാണ്. അമ്മയുടെ ബാഗാണെങ്കിൽ അതൊന്നും നോക്കാൻ നിൽക്കണ്ട എന്ന് ആദർശും അനിയും പറയുകയാണ്. ആൻറ്റിയുടെ ബാഗാണെങ്കിൽ അത് പിന്നെ നോക്കണ്ട എന്ന് പറയണേ. അപ്പോൾ ഉടനെ കനക പറയണേ, അയ്യോ അങ്ങനെ നോക്കാതിരിക്കേണ്ട കാര്യമില്ല, ഈ വീട്ടിലുള്ള എല്ലാ സ്ഥലവും പരിശോധിച്ചല്ലോ, അപ്പോൾ പിന്നെ എൻ്റെ ബാഗ് മാത്രമായിട്ട് നോക്കാതിരിക്കുന്നത് ശരിയല്ല മോനെ, അതുകൂടി നോക്ക് എന്നിങ്ങനെ പറയണേ. അങ്ങനെ കേട്ട പാതി കേൾക്കാത്ത പാതി നമ്മുടെ ജലജ അങ്ങോട്ട് വന്നിട്ട് ആ ബാഗ് എടുത്ത് ഇങ്ങനെ കട്ടിലിൻ്റെ മണ്ടയിലേക്ക് വെക്കുകയാണ്. അപ്പോഴേക്കും എന്നിട്ട് നമ്മുടെ അനിയാണ് നോക്കുന്നത്, പരിശോധിക്കുന്നത്. അനി അങ്ങനെ ഓരോ സ്ഥലമായിട്ട് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ജലജ പറയണേ, എടാ അവിടെയല്ല, ദേ അതിൻ്റെ മുകൾ ഭാഗത്തെ ആ ഒരു അറ തുറന്നിട്ട് അവിടെ നോക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ അനി എല്ലായിടും നോക്കിയിട്ട് കാണുന്നില്ല. അങ്ങനെ അനി അങ്ങ് മാറുകയാണ്. അനി പറയണേ, ഇതിനകത്തൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ ജലജ പറയണേ, നീ അങ്ങോട്ട് മാറിക്കേ, ഇതിനകത്ത് തന്നെ കാണും, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോഴത്തേക്ക് ദേവയാനി ചോദിക്കണം, അല്ല ജലജെ നീ പറയുന്ന കേട്ടാ തോന്നുമല്ലോ, മാല ഇതിനകത്താണ് ഇരിക്കുന്നതെന്ന് തോന്നുമല്ലോ, നിനക്കറിയാവുന്നതാണ് കാണല്ലോ നീ സംസാരിക്കുന്നത് എന്ന് പറയണം. അപ്പോൾ ഉടനെ തന്നെ ജലജ പറയണ, അതല്ല ഏട്ടത്തി, ബാക്കി സ്ഥലങ്ങളെല്ലാം നമ്മൾ പരിശോധിച്ചില്ലേ, വേറെങ്ങും ഇല്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്ന് പറയുകയാണ്. എന്നിട്ട് ഇങ്ങനെ നോക്കുകയാണ്, അതിൻ്റെ മുകൾ ഭാഗത്തെ അറയൊക്കെ തുറന്നിട്ട് ഇങ്ങനെ ആകെ ഒരു വെപ്രാളം തന്നെ പുള്ളിക്കാരത്തിക്ക് ഇത് പരിശോധിക്കാനായിട്ട്. കാരണം പുള്ളിക്കാരത്തിക്ക് അറിയാമല്ലോ അതിനുള്ളിലുണ്ടെന്ന്. അങ്ങനെ പരിശോധിക്കുകയാണ്. നോക്കുമ്പോൾ എത്ര പരിശോധിച്ചിട്ടും കിട്ടുന്നില്ല. അപ്പം തന്നെ ആദർശ് പറയണ, അപ്പച്ചി അതിനകത്ത് ഇല്ലെന്ന് കണ്ടില്ലേ, പിന്നെ എന്തിനാ അപ്പച്ചി അത് തന്നെ വീണ്ടും വീണ്ടും പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ ജലജ പറയണേ, എന്നാലും ഒന്ന് നോക്കട്ടെ. അപ്പോൾ ആദർശ് പറയണ, അപ്പച്ചി ഈ മാല കാണുന്നില്ല എന്ന് പറഞ്ഞ സമയം തൊട്ടേ അമ്മയെ കുറ്റവാളിയാക്കാനായിട്ട് നോക്കുകയാണല്ലോ, ഇപ്പോഴും അമ്മ എന്തോ എടുത്ത് മാറ്റി വെച്ച കണക്ക് അപ്പച്ചി ആ ബാഗിനകത്ത് നിന്ന് പിടിവിടാത്തത് എന്താ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പം തന്നെ അതിനകത്ത് ഇല്ലയെന്ന് ബോധ്യപ്പെട്ടു. ആ ബാഗ് അവിടെ അങ്ങ് വെക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ജലജ ആകെ അസ്വസ്ഥയാവുകയാണ്. അങ്ങനെ ജലജ മാറിപ്പോയി ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ ഇത് എങ്ങോട്ട് പോയെന്നറിയാൻ വയ്യല്ലോ എന്നുള്ള ചിന്തയിലാണ് പുള്ളിക്കാരത്തി. അപ്പോൾ നമ്മുടെ അഭി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അഭി ചോദിക്കുകയാണ്, അമ്മേ എന്താ അമ്മ ഇപ്പം നല്ല ടെൻഷനിലാണല്ലോ, മാല കണ്ടില്ല അല്ലേ, മാല എവിടെയാണ് കൊണ്ടുവച്ചത് അമ്മേ? ശരിക്കും അമ്മ ആ ബാഗിനകത്ത് തന്നെയാണോ വെച്ചത്? ഇടം മണ്ട, ഞാൻ അതിനകത്താണ് വെച്ചത്, 10-20 പവൻ്റെ സ്വർണ്ണമാണടാ, എങ്ങോട്ട് പോയെന്ന് അറിയില്ല എന്നിങ്ങനെ പറയണം. അപ്പോൾ അഭി പറയണം, അമ്മ നേരത്തെ എന്നെ എന്തൊക്കെയാണ് പറഞ്ഞത്? അമ്മ എനിക്ക് ബുദ്ധിയില്ലെന്നല്ലേ പറയുന്നത്? അമ്മ എനിക്ക് എങ്ങനെ ബുദ്ധി വരാനാണ്? അമ്മയുടെ ബുദ്ധിയല്ലേ എനിക്ക് കിട്ടിയിരിക്കുന്നത്, അപ്പോൾ പിന്നെ ഇങ്ങനെയല്ലേ വരുള്ളൂ. അമ്മ എന്നെ കൂട്ടാതെ അമ്മ ഒറ്റയ്ക്ക് ചെയ്ത പ്ലാനിങ് അല്ലേ, എന്നിട്ട് എന്തായി എന്നിങ്ങനെ ചോദിക്കണം. അപ്പോൾ ഉടനെ ജലജ പറയണേ, ഇടാ ഞാൻ അതിനകത്ത് തന്നെയാണ് മാല വച്ചത്, അത് കാണുന്നില്ലെങ്കിലുണ്ടല്ലോ മിക്കവാറും ആ കനകയില്ലേ അവൾ അതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഒന്നുകിൽ അവൾ ആ മാല അടിച്ചു മാറ്റിക്കൊണ്ട് പോകും, അതല്ലെന്നുണ്ടെങ്കിലുണ്ടല്ലോ അവൾ എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെക്കും, എന്നിട്ട് ഒടുവിൽ അത് എൻ്റെ മണ്ടയ്ക്ക് എന്നെ ഇട്ട് തരും. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അമ്മ എന്നോട് ആലോചിക്കാതെ തനിയെ ചെയ്തതല്ലേ, ഇനി പറഞ്ഞിട്ട് എന്താ എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ജലജ പറയണ, ഒരു കാര്യം ചെയ്യാം, കുറച്ച് കഴിയട്ടെ, ആരും കാണാതെ ഒന്നും കൂടി ചെന്നിട്ട് ആ ബാഗ് ഞാൻ ഒന്നുകൂടെ ഒന്ന് അരിക്കട്ടെ, അതിനകത്ത് തന്നെയാണ് ഞാൻ വെച്ചത്. അപ്പോൾ അഭി പറയണേ, ഇതേ അമ്മേ വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിന് ആയിട്ടൊന്നും നിൽക്കല്ലേ, ഇനി അമ്മ വീണ്ടും ചെന്നിട്ട് ആ ബാഗ് അരിക്കുകയാണെങ്കിലുണ്ടല്ലോ അമ്മ അതിൻ്റെ അകത്ത് ഒളിപ്പിച്ച് വെച്ചെന്ന് മറ്റുള്ളവർ കരുതും. അതുകൊണ്ടേ അമ്മ അതിനൊന്നും നിൽക്കണ്ട, ഒന്ന് ഉള്ള സമയം കൊണ്ട് അമ്മ ഒന്ന് മിണ്ടാണ്ടിരിക്കുക എന്ന് പറയണം. അപ്പോൾ ജലജ ഇങ്ങനെ മനസ്സിലിങ്ങനെ പ്ലാൻ ചെയ്യണം, ഈശ്വര എന്നാലും അത് എവിടെ പോയി, 10-20 പവൻ്റെ മാലയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. അതിനുശേഷം പമ്മി പൂച്ച പോണാണൊക്കെ നേരെ പോവുകയാണ് മുറിയിലേക്ക്. മെല്ലെ കയറിയിട്ട് കതക് അടയ്ക്കുകയാണ്. കതക് അടച്ചിട്ട് കനകത്തിൻ്റെ ബാഗ് എടുത്ത് കട്ടിലിൻ്റെ പുറത്ത് വയ്ക്കുകയാണ്. എന്നിട്ട് വീണ്ടും അതിനകം സെർച്ച് ചെയ്യുകയാണ്, അരിക്കുകയാണ്. ഭയങ്കര വെപ്രാളം പുള്ളിക്കാരത്തേക്ക്, ഇത് എവിടെ ഇരിക്കുന്നതെന്നൊന്നും കാണാൻ പറ്റുന്നില്ല. അങ്ങനെ ആർത്തി പിടിച്ച് പരിശോധിക്കുകയാണ്. അപ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് കുറേ നേരം പരിശോധിച്ചിട്ടും കിട്ടുന്നില്ല. അപ്പോഴത്തേക്ക് നോക്കുമ്പോൾ മെല്ലെ കതവ് തുറന്നിട്ട് 2 ആളുകൾ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് മുന്നിൽ. അത് മറ്റാരുമല്ല, നമ്മുടെ നവ്യയും നയനയുമാണ്. അപ്പോൾ നവ്യ ചോദിക്കണം, നവ്യയല്ല നയനയാണ് ചോദിക്കുന്നത്, കിട്ടിയോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ജലജ ഇങ്ങനെ നോക്കുമ്പോൾ ഞെട്ടിപ്പോവുകയാണ് ഇവരെ കണ്ടിട്ട്. അപ്പോൾ ജലജ പറയണം, എന്ത് കിട്ടിയോന്ന്?
ആ മാല നോക്കുമായിരുന്നല്ലോ എൻ്റെ അമ്മയുടെ ബാഗിൽ. എന്താ അപ്പച്ചി എന്താ അമ്മയുടെ ബാഗിൽ തന്നെ കൊണ്ടുവന്ന് ഒളിപ്പിച്ച് വെച്ചിട്ടുള്ളതാണ് കാണല്ലോ ഈ നോക്കുന്നത്. ഞാനെന്താ നോക്കിയെന്നാ നീ പറയുന്നത്? ഞാൻ പിന്നെ എന്തിനാ അമ്മയുടെ ബാഗ് ഇപ്പം എടുത്തത്? അപ്പോൾ ഉടനെ നവ്യ ചോദിക്കണം, ഈ ബാഗല്ലേ കുറച്ച് മുമ്പ് അനിയും ബാക്കിയുള്ളവരൊക്കെ വന്ന് സെർച്ച് ചെയ്തിട്ട് പോയത്? അവരാരും സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയില്ലല്ലോ. ഇനി നിങ്ങൾ സെർച്ച് ചെയ്താൽ അങ്ങ് കിട്ടോ എന്നിങ്ങനെ ചോദിക്കണം, നവ്യ ചോദിക്കണം. അപ്പോൾ ഉടനെ ജലജ പറയണം, അത് പിന്നെ ഞാനങ്ങനെ മാലയായിട്ടൊന്നും നോക്കിയതല്ല, ഞാൻ വെറുതെ ഈ ബാഗൊന്ന് നോക്കിയെന്നേ ഉള്ളൂ. അതെന്താ നിങ്ങൾക്ക് എന്താ തലയ്ക്ക് സുഖമില്ലേ വെറുതെ ഇരുന്നിട്ട് ബാഗ് നോക്കാനായിട്ട്? അപ്പോൾ ഉടനെ ഇങ്ങനെ ഒന്നും മിണ്ടാണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നയന ഇങ്ങനെ മാല എടുത്തിട്ട് ഇങ്ങനെ കാണിക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ, ഇതല്ലേ നിങ്ങൾ നോക്കിയത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പം തന്നെ ജലജ ഇങ്ങനെ എന്താ കൺട്രോള് പോയി. അപ്പോൾ ജലജ അന്തം വിട്ടിരിക്കുകയാണ്. ഈ മാല ഇവളുടെ കയ്യിൽ ഇങ്ങനെ വന്നു. നിങ്ങൾ ഈ തറ വേല ചെയ്യുമെന്നേ എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു എന്നിങ്ങനെ പറയണ. അതുകൊണ്ടേ ഇത് ഏക്കനെ കൂട്ടി ഞാനിങ്ങെടുത്തു എന്നിങ്ങനെ പറയണം. അപ്പോൾ ഉടനെ തന്നെ ജലജ എന്തായിരുന്നു ചാർജായി. ജലജ പറയണ, എടി കള്ളി, അപ്പം നീയാണല്ലേ ഇത് കട്ടത്, എടി ഭയങ്കരി എന്ന് വിളിക്കുമ്പോൾ തന്നെ പറയണം, മിണ്ടരുത്. നയന പറയുവാണ്, എനിക്ക് നിങ്ങൾ എന്താ എന്നെപ്പറ്റി കരുതിയത്? നിങ്ങൾ ഈ മാല അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നും എൻ്റെ അമ്മയെ കള്ളിയാക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുമെന്നേ എനിക്കറിയായിരുന്നു. അതുകൊണ്ട് എൻ്റെ മുത്തശ്ശൻ ഈ മാല എന്നെ ഏൽപ്പിച്ചപ്പോൾ ഞാൻ ഈ മാല കൊണ്ടുവന്ന് പൂജാമുറിയിൽ വെച്ച സമയത്തുണ്ടല്ലോ, നിങ്ങൾ അവിടെ പതുങ്ങിയിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ നിങ്ങളുടെ പിന്നാലെ വന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ മൊബൈലിൽ അതിനുള്ള തെളിവുണ്ട് നിങ്ങളിത് അടിച്ചു മാറ്റിയതിൻ്റെ. അതുകൊണ്ടേ നിങ്ങൾ ഇനി കൂടുതൽ സംസാരിക്കേണ്ട. ഇതേ ഞാനിവിടെ എല്ലാവരുടെ അടുത്തും കാണിക്കാൻ പോവുക എന്ന് പറയണം. അപ്പോൾ ഉടനെ തന്നെ ജലജ പറയണം, അയ്യോ ചതിക്കില്ലേ നയനെ, ചതിക്കില്ലേ പ്ലീസ്, ആരെയും കാണിക്കല്ലേ ദേവി ഇത്, എന്നാൽ അച്ഛൻ ഇന്ന് തന്നെ എന്നെ ഇവിടെ നിന്ന് അടിച്ചിറക്കും എന്ന് പറയണം. അപ്പോൾ ഉടനെ തന്നെ നവ്യ പറയണം, അടിച്ചിറക്കാതെ പിന്നെ നിങ്ങൾ മറ്റുള്ളവർക്ക് പണി തരാൻ വേണ്ടിയിട്ട് നടക്കുകയല്ലേ, അപ്പോൾ അങ്ങനെയുള്ള നിങ്ങൾക്ക് ഇടയ്ക്കൊരു പണി കിട്ടുന്നതിൻ്റെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയണം. നിങ്ങളും നിങ്ങളുടെ മോനും കൂടി ഇവിടെ കാണിച്ചു കൂട്ടുന്നതൊക്കെ എന്തൊക്കെയാണ്? ഇത്രയും നേരം നിങ്ങൾ എൻ്റെ അമ്മയെ കള്ളിയാക്കുന്ന രീതിയിലല്ലേ ഇവിടെ അത്രയും കാട്ടിക്കൂട്ടിയത്? എങ്ങനെയെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ഒരു കാര്യം മാത്രമേ ഉള്ളായിരുന്നു, നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും എൻ്റെ അമ്മയെ കള്ളിയാക്കി ഇവിടെ നിന്ന് ഇറക്കി വിടണം. പറ്റുമെങ്കിൽ എന്നെ നയനയും കൂടി ഇവിടെ നിന്ന് ഇറക്കി വിടണം. അതും മാത്രമല്ല, അനിയുടെ കല്യാണം മുടങ്ങുമെങ്കിൽ അങ്ങനെയും കൂടി ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ഈ കളിയൊക്കെ കളിച്ചത്? എന്നിട്ട് നവ്യ പറയണം, നയനെ ഇതങ്ങനെ വെറുതെ വിടേണ്ട ഒരു കാര്യമില്ല, ഇത് ഇപ്പം തന്നെ കയ്യോടെ മുത്തശ്ശനെ അറിയിക്കാം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ജലജ പറയണം, അയ്യോ ഞാൻ ഇനി ഒരു തെറ്റും ചെയ്യില്ല, ഞാൻ ഇനി ഒരു കുഴപ്പം ഉണ്ടാക്കില്ല നയനെ പ്ലീസ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നയന പറയണം, ചേച്ചി ഒരു തവണത്തേക്ക് ഇവർ ചെയ്ത തെറ്റിൻ്റെ തെളിവ് നമ്മുടെ കയ്യിലുണ്ടല്ലോ, ഒരു തവണത്തേക്ക് മാത്രം നമുക്ക് ഇവരോട് ക്ഷമിക്കാം. ഇനി മേലാൽ ഇമാതിരി തറ പരിപാടിയും കൊണ്ട് ഇറങ്ങരുത്, എല്ലാം ഇപ്പം ഇന്നുകൊണ്ട് നിർത്തിക്കൊള്ളണം എന്നിങ്ങനെ വിരലും ചൂണ്ടിയിട്ട് നമ്മുടെ നയന താക്കീത് തന്നെ കൊടുക്കുകയാണ് കർശനമായിട്ട് നമ്മുടെ ജലജയ്ക്ക്. അതിനുശേഷം ജലജയോട് പറയണം, എന്താ പിടിക്കുക എന്ന് പറഞ്ഞിട്ട് മാല കൊടുക്കുകയാണ്, ജലജയുടെ കയ്യിൽ കൊടുക്കുകയാണ്. എന്നിട്ടുണ്ട്, ഇത് എവിടെ നിന്നാണോ നിങ്ങൾ എടുത്തത് അവിടെ തന്നെ കൊണ്ടുവച്ചോളണം എന്നിങ്ങനെ പറഞ്ഞിട്ട് ജലജയുടെ കയ്യിൽ കൊടുക്കുകയാണ്. എന്നിട്ട് നയനയും നവ്യയും കൂടി അവിടെ നിന്നങ്ങ് ഇറങ്ങുകയാണ്. അപ്പോൾ ആ സമയത്തിന് നവ്യ ചോദിക്കണേ, എന്തിനാ നയനെ നീ മണ്ടത്തരം കാണിച്ചത്? ഇപ്പം അവരെ പൊളിച്ചടക്കാൻ പറ്റിയ നല്ലൊരു സമയമായിരുന്നു. ഈ തള്ളേ മോനും ഇവിടെ നിന്ന് പോയല്ലാതെ ഈ കുടുംബത്തിന് നന്മയൊന്നും ഉണ്ടാവാൻ പോണില്ല. കാരണം ഇത് രണ്ടെണ്ണം ഇരിക്കുന്നിടത്തോളം കാലം ഇവിടെ ഒരു നല്ല കാര്യങ്ങളും നടക്കില്ല. കാരണം എന്ത് നടന്നാലും അതിനൊക്കെ ഇടംകോലിടാനായിട്ട് ഇതൊക്കെ വരും. ഇത് രണ്ടെണ്ണം അമ്മയും മോനും ഇവിടെ നിന്ന് പോയാൽ മാത്രമേ നമുക്കുള്ള ഇവിടുത്തെ ജീവിതത്തിന് നിലനിൽപ്പുണ്ടാവുള്ളൂ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നയന പറയണം, വിട്ടേരെ ചേച്ചി, ഇത്തവണത്തേക്ക് കൂടി പോട്ടെ, ഇനി ഒരിക്കൽ കൂടി ആവുമെങ്കിൽ നമുക്ക് അതിന് വേണ്ടുന്നത് ചെയ്യാം എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം എന്ന് വെച്ചാൽ കാണുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നേരെ പോവുകയാണ്, നമ്മുടെ ജലജ പോവുകയാണ്, പൂജാമുറിയിലേക്ക് പോവുകയാണ്, പാത്തും പതുങ്ങി പോവുകയാണ്. ആരെങ്കിലും കാണുന്നു എന്നൊക്കെ അറിയണ്ടേ, അപ്പോൾ ഈ കൊടുത്ത മാല തിരിച്ച് അവിടെ തന്നെ വെക്കണ്ടേ. അങ്ങനെ പോയിട്ട് നോക്കിയിട്ട് ഇങ്ങനെ പൂജാമുറിയിൽ ചെന്നിട്ട് ആ മാല വെച്ചിരുന്ന ആ ചെപ്പ് എടുക്കുകയാണ്, അതിനകത്തോട്ട് വെക്കുകയാണ്. അപ്പോഴത്തേക്കാണ് നോക്കുമ്പോഴത്തേക്ക് വാതിലിൻ്റെ അവിടെ ജാനകിയും നമ്മുടെ ദേവയാനിയും കൂടെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ അത് കാണുമ്പോൾ പെട്ടെന്ന് പറയണം, ഏട്ടത്തി ദേ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു മാല, ദേ ഇവിടെ ഒരു ഇതിൽ മറഞ്ഞിരിക്കുകയായിരുന്നു. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഏട്ടത്തിയുടെ മരുമോക്ക് ശരിക്കും കണ്ണ് കണ്ടുവിടുന്നാ തോന്നുന്നത്. അവളിവിടെ അത്രയും നോക്കിയതാണല്ലോ, എന്നിട്ട് കിട്ടിയില്ല, കണ്ടില്ലേ, ഞാൻ നോക്കിയപ്പോൾ കിട്ടി എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോൾ ദേവയാനി വയ്ക്കണേ, നീ എടുത്ത് മാറ്റി വെച്ചിട്ട് കൊണ്ടുവയ്ക്കുന്ന കാണല്ലോ കണ്ടിട്ട് തോന്നുന്നത്, ഇവിടെ അത്രയും എല്ലാവരും നോക്കിയതല്ലേ, എന്നിട്ട് കാണാത്തതാണോ ഇപ്പം നീ നോക്കിയപ്പോൾ കണ്ടത്? അപ്പോൾ ഉടനെ ജലജ പറയണം, അങ്ങനെയൊന്നും അല്ല ഏട്ടത്തി, ഞാൻ നോക്കിയപ്പോൾ കിട്ടി. അപ്പോൾ തന്നെ എല്ലാവരും വരികയാണ്, മുത്തശ്ശനും അനിയും ആദർശവും എല്ലാവരും കൂടി അങ്ങോട്ടേക്ക് പാഞ്ഞു
ഇറങ്ങി വരികയാണ്, മുത്തശ്ശി എല്ലാവരും ഉണ്ട്. അപ്പോൾ ചോദിക്കണേ എന്താ ഇവിടെ? അപ്പോൾ ഉടനെ പറയണ, അച്ഛാ ദേ മാല കിട്ടി. എങ്ങനെയാ കിട്ടിയത്? അത് ദേ ജലജയുടെ കയ്യിലാണ് കിട്ടിയെന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ് ജലജയ നിൻ്റെ മുത്തശ്ശനാണേ, അതെങ്ങനെയാണ് ജലജയ നിൻ്റെ കയ്യിൽ തന്നെ കിട്ടിയത്? ഇവിടെ നമ്മൾ എല്ലാവരും പരിശോധിച്ചതാണല്ലോ, അപ്പോഴൊന്നും മാല അവിടെ ഇല്ലായിരുന്നല്ലോ. എന്നിട്ട് പെട്ടെന്ന് എങ്ങനെ നിൻ്റെ കയ്യിൽ വന്നത് മാല? പോലീസിനെ അറിയിക്കണം എന്നൊക്കെ വിചാരിച്ചതാണല്ലോ. അപ്പോൾ ഉടനെ മുത്തശ്ശി പറയണ, എന്തായാലും കിട്ടിയില്ലേ. അപ്പോൾ ഉടനെ മുത്തശ്ശൻ പറയണേ, എന്തായാലും ഇത് അനിയുടെ മാലയല്ലേ, അനിയുടെ വിവാഹമാലയാണ്. അപ്പോൾ ഇത് എന്തായാലും കിട്ടിയല്ലോ, കിട്ടിയത് തന്നെ വലിയ കാര്യം തന്നെ. ഇനി ഇതിൻ്റെ പേരിൽ ഒരു പ്രശ്നമോ ഒരു സംസാരമോ ഒന്നും വേണ്ട എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് മുത്തശ്ശൻ പറയണ, നീ ആ മാല പിന്നെ നയനയുടെ കയ്യിൽ കൊടുക്കാൻ പറയുകയാണ്. അങ്ങനെ നമ്മുടെ നയനയുടെ കയ്യിൽ തന്നെ ആ മാല കൊടുക്കുകയാണ്. അങ്ങനെ നയന അത് പൂജാമുറിയിൽ വയ്ക്കുകയാണ്. പൂജാമുറിയിൽ ആ ചെപ്പിനുള്ളിലാക്കിയിട്ട് അവിടെ പൂജാമുറിയിൽ തന്നെ വെക്കുകയാണ്. അപ്പോഴത്തേക്ക് എന്നിട്ട് നമ്മുടെ നയന പ്രാർത്ഥിക്കുകയാണ്, എല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് എല്ലാവരും ഇറങ്ങിപ്പോവുകയാണ്. അപ്പോൾ നമ്മുടെ നവ്യ നയനയോട് പറയണേ, എൻ്റെ നയനെ നീ കാണിച്ച മണ്ടത്തരായിപ്പോയി, ഇത് ഇവിടെ വെച്ച് പൊളിച്ചെടുക്കണമായിരുന്നു, അല്ലെങ്കിൽ എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ട് വിഘ്നേശ്വരൻ്റെ മുന്നിൽ വെച്ചിട്ട് 101 ഏത്തമെങ്കിലും അവരെ കൊണ്ട് ഇടിയിക്കണമായിരുന്നു എന്ന് പറയാണ്. അപ്പോൾ നയന പറയണേ, വേണ്ട ചേച്ചി, അതിനൊക്കെ നമുക്ക് ഇനിയും സമയം കിട്ടും എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ എല്ലാവരും കൂടെ ഹാപ്പി ആയിട്ട് പൂജാമുറിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് പൂജാമുറിയിൽ നിന്ന് മെല്ലെ ഇറങ്ങി പോവുകയാണ്. അങ്ങനെ എപ്പിസോഡ് തീരുകയാണ്. എന്തായാലും നല്ലൊരു അടിപൊളി എപ്പിസോഡായിരുന്നല്ലോ പത്തനംതിട്ട സീരിയലിൻ്റെ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടവരൊക്കെ തീർച്ചയായും കമൻറ്റ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ടും പ്രൊമോ വീഡിയോയുമായിട്ടൊക്കെ വരാം. അതുവരെ എല്ലാവർക്കും ബൈ.